പ്രിയമുള്ളവരെ, ഇന്ന് മൂകാംബിക ദേവിയുടെ തിരുസന്നിധിയിലേക്കുള്ള ഒരു യാത്രയിലാണ്. മൂകാംബിക ദേവിയെ ഇത്ര മനോഹരമായി തിരക്കുകൾ ഇല്ലാതെ തൊഴാൻ പറ്റിയ ഒരു ദിവസം. അത്രയ്ക്ക് ജനത്തിൻ്റെ ഒരു തിക്കും തിരക്കും അനുഭവപ്പെടാത്ത ഒരു ദിവസമായിരുന്നു ഇന്ന്. മുൻകാലങ്ങളിലെ സംബന്ധിച്ചിടത്തോളം വലിയ തിക്കും തിരക്കും അനുഭവപ്പെടുന്ന കാലഘട്ടങ്ങളായിരുന്നു മൂകാംബിക ദേവീക്ഷേത്ര സന്നിധി. ഇന്നെന്തോ ആറ്റുകാൽ പൊങ്കാല പ്രമാണിച്ചാണോ ഭക്തജന തിരക്ക് നന്നേ കുറവായിരുന്നു. 3 ഭാവത്തിലുള്ള ദേവീരൂപം കണ്ടു തൊഴാൻ സാധിച്ചതിൽ വളരെ കൃതാർത്ഥനായി. ദേവിയുടെ അനുഗ്രഹവും ദേവിയുടെ എല്ലാവിധ സൗഭാഗ്യങ്ങളും നിങ്ങൾക്കും ഉണ്ടാവട്ടെ. ദേവിയുടെ എഴുന്നള്ളത്തും കണ്ട് ദേവീപ്രസാദവും മേടിച്ച് നെയ്വിളക്കും കുടുംബത്തിന് സമർപ്പിച്ച് ഞങ്ങൾ നേരെ കുടജാദ്രിയുടെ മഹാനായ ആദിശങ്കരൻ്റെ പാദങ്ങളാൽ പുണ്യപരിശുദ്ധമായ കുടജാദ്രിയുടെ മണ്ണിലേക്കുള്ള യാത്രയിലാണ്. കുടജാദ്രിയിൽ മുൻകാലങ്ങളിൽ പോയിട്ടുള്ളവർക്കും കുടജാദ്രിയിൽ ഇനി പോകാനുള്ളവർക്കും വേണ്ടിയാണ്. നന്നായി പ്രയാസമേറിയ ഒരു ട്രിപ്പാണ് കുടജാദ്രിയിലേക്ക്. എന്നാൽ തന്നെയും അത് നമ്മൾ വളരെ മനോഹരമായി എൻജോയ് ചെയ്ത് ആ ട്രിപ്പ് വളരെ സന്തോഷത്തോടെ ദേവിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളോടും കൂടി പൂർത്തിയാക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. കാരണം കുടജാദ്രി മലയിൽ സംബന്ധിച്ചിടത്തോളം അത്രയും വലിയ ഒരു കുണ്ടും കുഴിയും കട്ടറും നിറഞ്ഞ പാതയിലൂടെയാണ് യാത്ര. ആ യാത്ര ഞങ്ങൾക്കൊട്ടും തന്നെ മടുപ്പ് വരാതെയും ബോറടിക്കാതെയും ഞങ്ങളെ ഒട്ടും തന്നെ തളരാതെയും ദേവിയുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് അവിടെ എത്തിച്ചേരുവാൻ സാധിച്ചു. കുടജാദ്രിയിൽ ഒരല്പനേരം മഹാനായ ആദിശങ്കരൻ്റെ ആ പീഠത്തിൽ ഒന്ന് വിശ്രമിച്ചാൽ തീരാവുന്ന തളർച്ചയും ദാഹവുമേ ഉള്ളൂ. ഞങ്ങൾ ആ പുണ്യ പാദങ്ങളാൽ പരിശുദ്ധമായ ആ മണ്ണിൽ നിന്നും തിരിച്ച് ദേവിയുടെ അനുഗ്രഹത്തോടെ പടിയിറങ്ങി. മൂകാംബിക ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഓരോരുത്തർക്കും എല്ലാവർക്കും ഉണ്ടാവട്ടെ. പരമാവധി വരാൻ പറ്റുന്നവർ വരിക.